വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചില്ലി പോർക്കാണ്. ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പോർക്ക് കഴുകി വൃത്തിയാക്കി നുറുക്കിയെടുത്തത് 1 കിലോ. 2 വലിയ സവാള സ്ക്വയറായി കട്ട് ചെയ്തെടുത്തത്, അതേപോലെ തന്നെ സ്ക്വയറായി കട്ട് ചെയ്തെടുത്ത 2 ക്യാപ്സിക്കം, കോൺഫ്ലോർ 4 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞെടുത്തത് 1 ടേബിൾ സ്പൂൺ, പച്ചമുളക് 5 എണ്ണം നീളത്തിൽ അരിഞ്ഞെടുത്തത്, ഇഞ്ചി 1 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞെടുത്തത്. ഇതുകൂടാതെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ലെങ്കിലും വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായി കൊത്തി അരിഞ്ഞെടുത്താൽ മതി. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ, 2 മുട്ട ബീറ്റ് ചെയ്തെടുത്തത്, സോയാ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസ് ഇവ 3ഉം 2 ടേബിൾ സ്പൂൺ വീതം, വെജിറ്റബിൾ ഓയിൽ ആവശ്യത്തിന്. ആദ്യം നമുക്ക് പോർക്ക് ഒരു കുക്കറിലേക്ക് ഇടാം. പോർക്ക് എടുക്കുമ്പോൾ അധികം നെയ്യ് വേണ്ട കേട്ടോ, ആവശ്യത്തിന് നെയ്യ് മതി. എന്നാലും കുറച്ച് നെയ്യില്ലാത്ത കഷ്ണങ്ങളാണെങ്കിലാണ് കൂടുതൽ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതേപോലെയാണ്. നെയ്യ് കഷ്ണം കുറച്ചേ ഉള്ളൂ, ബാക്കി ഒരുവിധം നല്ല മാംസമുള്ള കഷ്ണങ്ങളാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് വയ്ക്കാം. നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇതിൽ 1 വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലേക്കാക്കി ഒരു 5 മിനിറ്റ് കൂടെ വെച്ചതിന് ശേഷം സ്റ്റീം പോയി കഴിയുമ്പോൾ നമുക്ക് തുറക്കാം. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. കണ്ടോ, നമ്മുടെ പോർക്ക് വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ വെന്ത പോർക്കിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, ഇനി മുട്ട ബീറ്റ് ചെയ്തെടുത്തത്, എടുത്തു വെച്ചിരിക്കുന്ന കോൺഫ്ലോറും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് അരമണിക്കൂർ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോർക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പോർക്ക് ഒരുവിധം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അധികം ക്രിസ്പി ആവേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിനെ മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. പോർക്ക് ഫ്രൈ ചെയ്തെടുത്ത ഇതേ എണ്ണയിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും
ക്യാപ്സിക്കവും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ സവാളയും ക്യാപ്സിക്കവും ഒന്ന് വാടി വന്നിട്ടുണ്ട്. അധികം വേകാൻ പാടില്ല, ക്യാപ്സിക്കം ഒന്നും അധികം വെന്ത് പോകരുത്. ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർക്കാം. ഇനി നമുക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, സോസിലൊക്കെ ഉപ്പുള്ളതാണ്, അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഉപ്പിടാൻ. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പോർക്ക് ഇതിലേക്കിടാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിൽ കളറൊന്നും ചേർത്തിട്ടില്ല. അപ്പം നമ്മുടെ ശരീരത്തിന് അതൊന്നും നല്ലതല്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ കളറൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കിയത്. കളറൊക്കെ ചേർത്താൽ വളരെ ഡാർക്ക് കളറായിട്ടിരിക്കും, റെഡ് കളറിലിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കളർ യൂസ് ചെയ്യാം, പക്ഷെ ഞാനിവിടെ ചേർത്തിട്ടില്ല. എന്നാലും ആവശ്യത്തിന് കളറായിട്ടിരിക്കുന്നുണ്ട്, കാരണം ഞാൻ ഇതിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തല്ലോ. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി പോർക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മറ്റൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ക്രിസ്മസിന് ഇത് ട്രൈ ചെയ്യണം. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.